നമ്മളിപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. രാവിലെ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. 6:30 ഫ്ലൈറ്റ്. ഇവിടെ ഇപ്പോൾ 9:40 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഷിംലയിലോട്ടാണ്. അപ്പോൾ ഡ്രൈവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ 16 ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുമ്പോൾ ഡൽഹിയിൽ നിന്നും പഞ്ചാബിലേക്ക് അല്ലെങ്കിൽ ചണ്ഡീഗഡിലേക്കുള്ള യാത്ര തിരിച്ചു കഴിഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയായതൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗുൽഷൻ ധാബ, ഇവിടുത്തെ ഒരു ഫേമസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. പ്യൂർ വെജിറ്റേറിയൻ. അവിടെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. രാജ്മ റൈസ്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ താലി അതുകൊണ്ടെന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഭയങ്കര തിരക്കുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്ക്. നല്ല തിരക്കാട്ടോ. എല്ലാ കടയിലും നല്ല തിരക്കാണ്. ക്രിസ്മസ് ആണെങ്കിലും അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സെലിബ്രേഷനാണ്. അതിനെല്ലാവർക്കും ചായയും ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുവാണ്. അപ്പോൾ നമ്മളെ വണ്ടി നിർത്തി അവരെല്ലാവരും നമുക്ക് തരുവാണ്. അവിടെയുള്ള ഏതോ ഒരു ഗുരുവിൻ്റെ എന്തോ സെലിബ്രേഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരാഴ്ചയിൽ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷനായത്. അങ്ങനെ അവിടുന്ന് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് നേരെ നമ്മൾ ഷിംലയിലോട്ടാണ് പോകുന്നത്. ഷിംലയിൽ രാത്രി 9 മണി എന്തോ ആയി എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ശർമ്മ വെജിറ്റേറിയൻ ധാബ. ഐ എം റിയലി സോറി, ഫുഡെല്ലാം ഞാൻ കഴിച്ചത് അടിപൊളി ടേസ്റ്റാണ്. ഞാനൊരു വെജ് ഫ്രൈഡ് മോമോസ്, പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ ചിക്കനല്ല സോറി, വെജ് തന്നെയാണ് അവിടെ പറഞ്ഞത്, മറന്നു. അപ്പോൾ ഇതാണ് സാധനം. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ ഒരു അടിപൊളി കോഫി. ഓക്കെ, ബാക്കി വഴിയിലേക്ക്. നമ്മൾ നാർഖണ്ഡിൽ എത്തിയപ്പോൾ അറൗണ്ട് 12 മണി എന്തോ ആയി. ആ ക്ഷീണം കാണാൻ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങി. രാത്രി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ രാത്രി ഇച്ചിരി ലേറ്റായി പോയെത്തിയപ്പോൾ ഹോട്ടൽ മൗണ്ടൻ നെസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. മുന്നിലോട്ട് പോകാം. റൂമിനെ പിന്നെ കാണിക്കാം. ഇത് ജസ്റ്റ് ഇപ്പോൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ വ്യൂ എല്ലാം. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂവും നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു. ഇത് റൂമിൽ നിന്നുള്ള വ്യൂ ആണേ. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഹിമാലയം മൗണ്ടൻ റേഞ്ചൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. കുറച്ചും കൂടെ നമ്മൾ മേലോട്ട് കയറുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ നാർഖണ്ഡയിൽ പോയി ആ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ നാർഖണ്ഡ സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ തണുപ്പൊന്നുമില്ല. നല്ല ഭംഗിയാട്ടോ കാണാനൊക്കെ. നല്ല ഫ്രഷ് സ്നോ. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു സ്നോ. ഇതാണ് നമ്മുടെ ഡ്രൈവർ. നാർഖണ്ഡയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ നല്ല ഫ്രഷ് സ്നോ ഒക്കെ കണ്ടിങ്ങനെ വഴിയിൽ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാംഗ്ലയിലോട്ടാണ് പോകുന്നത്, സാംഗ്ല വാലി കാണാനായിട്ട്. ഈ ഫ്രഷ് സ്നോ കണ്ടപ്പോൾ ചെറിയ സ്നോഫാൾ ഉണ്ട് കേട്ടോ. അത് കണ്ട് അങ്ങ് നിന്നുപോയി. എന്താ രസം എന്നറിയോ. നല്ല വെയിലുണ്ട്, പക്ഷെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ നല്ല. അതിൽ നോക്കി ആ ലൈറ്റും അങ്ങനെ എടുത്താലോ. ഇത് നല്ല ഫ്രഷ് പെട്ടക്കണ മീനെന്നൊക്കെ പറഞ്ഞു. ഫ്രഷ്
കൈയൊക്കെ മരവിച്ച് കഴിഞ്ഞിരുന്നു ഈ സമയം കൊണ്ട്. ഇങ്ങനെ നാർഖണ്ഡയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് നേരെ നമ്മൾ രാംപൂരിലോട്ടാണ് പോയത്. രാംപൂരിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു പ്രത്യേക തരം ഫുഡ് അവിടെ ലഭിക്കും എന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. ആ ഹോട്ടലിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ്. നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. അപ്പോൾ ട്രൈ ചെയ്യുന്നത് മക്കിക്ക് റൊട്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോൺ പൊടിയിൽ കോണിനെ എടുത്തിട്ട് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഈ ഒരു കടയിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ നാർഖണ്ഡയിലോട്ട് സാംഗ്ല പോകുന്ന വഴിയാണ് ഈ ഷോപ്പുള്ളത്. അവിടുന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഗുഡിയനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിന്നൂറിലേക്കുള്ള യാത്രയാണ്. കിന്നൂറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റോഡുണ്ട്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ പോകുന്ന വഴിയാണ് കേട്ടോ, ഭയങ്കര നാരോവാണ്. ഇൻഡോ ടിബറ്റ് റോഡാണ് ഇത് എന്ന് പറയുന്നത്. ഹാൻഡ് മെയ്ഡാണ്, കാരണം ഇവർ കൈകൊണ്ട് തന്നെയാണ് ഈ പാറ പൊട്ടിച്ച് ഈ വഴി റോഡ് ഉണ്ടാക്കിയത്. ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇനി പോകുന്ന ഒരു റോഡുണ്ട്. ഭയങ്കര നാരോ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡ് ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഫുൾ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ, കട്ട് ചെയ്തു. റോഡിൽ നിന്നൊരു റീൽസൊക്കെ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്നും ഒത്തില്ല. ഫുൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് നേരെ നമ്മൾ പോയത് രക്ഷം അവിടെ ആയിരുന്നു അന്നത്തെ സ്റ്റേ. അവിടെ -18 എന്തോ ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. ഹോട്ടലെല്ലാം നല്ലതാണ്, ഫുഡ് വെരി 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 ഗുഡ്. ബട്ട് ഒരു പ്രശ്നമേ ഉള്ളൂ, വെള്ളമില്ല. വെള്ളം 2 മണ്ണെണ്ണ ക്യാനിൽ ഇങ്ങനെ വെള്ളം തരും, ചൂടുവെള്ളം. അത് തന്നെ നമ്മൾ കുളിക്കാനും പല്ലേക്കാനും പ്രാഥമിക ആവശ്യത്തിനെല്ലാം യൂസ് ചെയ്യണം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ട്. അങ്ങനെ വല്ലവിധേനം ഉറങ്ങി രാവിലെ എണീറ്റിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ചിത്ഗുളിലോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. ഹെവി സ്നോഫോൾ. നമ്മുടെ വണ്ടി അങ്ങോട്ടൊക്കെ പോയത് വല്ലവിധേനയുമാണ് എത്തിയത്. ആദ്യം ഡ്രൈവർ പറഞ്ഞതാണ് പകുതി ദൂരം. അപ്പോൾ നമുക്ക് ആവേശം കയറി, ഇല്ല കുറച്ചും കൂടെ മേലോട്ട് പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. കണ്ടോ, ഭയങ്കര ചെറിയ റോഡാണ് കേട്ടോ. അയ്യോ, നല്ല പേടിച്ചു. -20 ആയിരുന്നു അവിടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിത്ഗുളിലാണ്. അവിടെ -20 ആണ്. നല്ല സ്നോഫോളുണ്ട്. ഇതെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ആഖ്രി ധാബ, അതായത് ഇതിനപ്പുറം ചൈന ബോർഡറാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനിലുള്ള ലാസ്റ്റ് എന്താ പറയുക റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഞാൻ താഴേക്ക് പോകുന്ന വീഡിയോ ഒക്കെ കാണിക്കാം. ഉള്ളിൽ നല്ല നല്ല ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഒന്നും കിട്ടത്തില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. പിടിച്ചോണ്ട് പോയേ. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഈ മഞ്ഞത്തൂടെ നടക്കുമ്പോൾ നമ്മൾ എത്ര ഗ്രിപ്പുള്ള ഷൂസ് ആണെങ്കിലും തെന്നും. ഭയങ്കരമായിട്ട് സ്ലിപ്പറി ആയിരുന്നു. അമ്മൂമ്മമാരൊക്കെ നടക്കുന്ന അതിനേക്കാളും കഷ്ടത്തിലായിട്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര പാടായിരുന്നു സ്റ്റെപ്പൊക്കെ ഇറങ്ങാനും. ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ പോയി മാഗിയാണ് കഴിച്ചത്. ചൂടോടെ മാഗി കഴിച്ചു. ഭയങ്കര ടേസ്റ്റൊക്കെ തോന്നി. അവിടെ ചെന്ന് ഒരു അങ്കിളിനെയൊക്കെ പരിചയപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ അങ്കിൾ. നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നൈസ് ടു മീറ്റ് യു അങ്കിൾ. അങ്ങനെയുള്ള പൊട്ടത്തരമൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ റെസ്റ്റോറൻ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. ഒത്തിരി ഫേമസ് ആൾക്കാർ ഇവിടെ വന്നു എന്ന് അങ്കിള് പറയണേ. കുറച്ച് പേരുടെ ഫോട്ടോസൊക്കെ വെച്ച് കുറേ ഫിലിം സ്റ്റാർസ് ഉണ്ട്, പിന്നെ കുറേ മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട് പോലും. എന്തായാലും നന്നായിരിക്കട്ടെ. അവിടെ നിന്നൊരു മാഗിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ചൂടൊക്കെ കയ്യിലും കാലിലും ഒക്കെ കൊണ്ടിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്രയെ ചിത്ഗുളിന്ന് ആക്ച്വലി നമ്മുടെ പ്ലാൻ കൽപ്പ വിസിറ്റ് ചെയ്യാനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കൽപ്പയിൽ ഭയങ്കര ഹെവി സ്നോഫോൾ കാരണം കൽപ്പ നമ്മൾ അവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലാൻ ചെയ്തത് എന്താ പറയുക ഷിംല അല്ലെങ്കിൽ ചണ്ഡീഗഡ്, തിരിച്ച് പഞ്ചാബിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാമെന്നാണ്. അങ്ങനെ രക്ഷം തിരിച്ച് ഹോട്ടലിൽ വന്നു.
എന്തായാലും ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് നേരെ നമ്മൾ എങ്ങനെയാണ് ഷിംലയിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ചണ്ഡീഗഡ്. പക്ഷേ റോഡിൽ വെച്ച് ഹെവി സ്നോഫോളെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോയില്ല. ഈ മഞ്ഞത്തൂടെ വണ്ടികൾ യാത്ര ചെയ്യുമ്പോൾ ടയറിൽ ചങ്ങലയിടണം. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വണ്ടിയിലില്ലായിരുന്നു. അത് നമ്മുടെ ഏജൻസി നമ്മളെ ഒരു ചെറിയൊരു പറ്റിച്ചത്. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, വണ്ടിയിൽ അകപ്പെട്ടു പോയി. രാത്രിയായി, 12 മണിയായിട്ടും നമ്മൾ റോഡിൽ തന്നെ നിൽക്കുകയാണ്. സ്നോഫോൾ നമ്മുടെ ജീപ്പിൻ്റെ അതിൻ്റെ ഹാഫോളം മഞ്ഞായി. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു റെസ്ക്യൂ ടീം വന്നിട്ടാണ് നമ്മൾ ഒരു ടെൻറ്റിൽ രക്ഷത്തിലുള്ളൊരു ടെൻറ്റിലാണ് നമ്മൾ അന്നത്തെ നൈറ്റ് ഒന്ന് നിങ്ങൾ നിൽക്കണം, പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ സേഫായിട്ട് പഞ്ചാബിൽ എത്തിക്കാമെന്ന ഉറപ്പിൽ നമ്മൾ ആ ടെൻറ്റിൽ നിന്നു. ടെൻറ്റിൽ നിന്ന് രാവിലെ നമ്മൾ തുറന്നപ്പോൾ ഉള്ള കാഴ്ച ഇതായിരുന്നു. ടെൻറ്റിൻ്റെ പകുതിയോളം മഞ്ഞായി. നമുക്ക് ഒന്നിനും എന്താ പറയുക, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഫുഡില്ല, അങ്ങനെ ഭയങ്കര നമ്മൾ ബുദ്ധിമുട്ടിയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് എന്തായാലും ഡൽഹിയിൽ എത്തിയേ പറ്റുള്ളൂ. ഇവിടുന്ന് 16 hours ജേണിയാണ്. അതായത് രക്ഷം ടു ഡൽഹി 16 hours ജേണി. നമ്മൾ എന്തായാലും എത്താൻ പോകുന്നില്ല. ഇന്ന് അവിടെ നിന്ന് യാത്ര തിരിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു പ്രത്യേക അറിയിപ്പ്, ഇനി നിങ്ങൾ ട്രിപ്പ് വരുമ്പോഴേ ഡിസംബർ ടൈമിൽ വരരുത്. കാരണം ഇതിപ്പോൾ നമ്മൾ രക്ഷത്തിൽ നിന്ന് തിരിച്ച് കൽപ്പയിൽ പോകാൻ നിന്നപ്പോഴാണ് സ്നോഫോൾ വന്ന് റോഡ് ഫുൾ ബ്ലോക്കായി. നമ്മൾ വീണ്ടും ഇന്നലെ രക്ഷത്തിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഇന്നും വണ്ടി ഒന്നും മൂവ് ചെയ്യില്ല സ്നോഫോൾ കാരണം. പക്ഷേ നാളെ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ രക്ഷത്തിൽ നിന്ന് ഡൽഹി വരെ ട്രാവൽ ചെയ്യാൻ 16 hours ഉണ്ട്. നമ്മൾ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ 1.5 മണിക്കൂറായിട്ട് ഈ മഞ്ഞത്തൂടെ നടക്കുവാണ്. നടന്ന് വേണം നമ്മുടെ വണ്ടി നിൽക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട്. അവിടുന്ന് ഒരു ജിപ്സി 4x4 വെച്ചിട്ടുണ്ട്. അതുവഴി നമ്മളെ സാംഗ്ല ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് ക്യാബ് ഡ്രൈവർ വന്ന് തിരിച്ച് നമ്മളെ പഞ്ചാബ്, ചണ്ഡീഗഡ് അല്ലെങ്കിൽ ഡൽഹി ഡ്രോപ്പ് ചെയ്യും. അതിനുവേണ്ടി 1.5 മണിക്കൂറോളം ആരും നടക്കാത്ത വഴികളിലൂടെ നമ്മൾ ഈ മഞ്ഞത്ത് നടക്കുവാണ്. കാരണം നമുക്കിന്ന് അവിടെ എത്തിപ്പറ്റിയേ പറ്റൂ. അതുകൊണ്ട് ഇനി വരുന്നവർ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്ററിൻ്റെ ഒരു നേരത്തെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവർ ഇത്രയും സ്നോഫോൾ എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ അല്ല, അതിനനുസരിച്ചുള്ള ട്രാവൽ നമുക്ക് എടുക്കാമായിരുന്നു. അതൊരു ജസ്റ്റ് ടിപ്സ് പറഞ്ഞ് ഇനി ആർക്കും ഇത് അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടി പറയാം. ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മഞ്ഞത്തൂടെയുള്ള നടത്തം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ്. സോ ശ്രദ്ധിക്കുക ഗൈസ്. ഒരു ട്രാവൽ പോകുമ്പോൾ എന്തായാലും കുറേ നമുക്ക് ഓർമ്മിക്കാനായിട്ടുള്ളൊരു സംഭവങ്ങളുണ്ടാവും. ഇത് 1.5 മണിക്കൂറല്ലെന്ന് ഒരു 3 മണിക്കൂറോളം ഈ മഞ്ഞത്തൂടെ നടക്കേണ്ടി വന്നു. ഒരു റെസ്ക്യൂ ടീമാണ്. റെസ്ക്യൂവിൽ ഒരു പയ്യൻ, അല്ലെങ്കിൽ ലാസ്റ്റാണ് വേറൊരു പയ്യനും കൂടെ ജോയിൻ ചെയ്ത് അവർ വന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ആക്ച്വലി രക്ഷപ്പെടുത്തിയത്. ഞാൻ അവരുടെ ഫോട്ടോ ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിക്കാം. അവരോട് ഒത്തിരി നന്ദിയുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ സേഫായിട്ട് നമ്മൾ രാത്രി ഷിംലയിലാണ് എത്തിയത്. ഷിംലയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഡൽഹി എയർപോർട്ടിൽ എത്തിയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി. 9:30 ഫ്ലൈറ്റ് ബാക്ക് ടു ട്രിവാൻഡ്രം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്നോഫോളൊക്കെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒത്തിരി കാരണം നമ്മുടെ റൂമിൻ്റെ മുട്ടോളം പിന്നെ എന്താ പറയുക സ്നോ ആണ്. അത് കഴിഞ്ഞ് അതിൽ ട്രക്ക് ചെയ്യാൻ പറ്റി സ്നോയിൽ. അത് ആദ്യം മുട്ട് വരെയായിരുന്നു, പിന്നെ ഇവിടം വരെ, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, കിന്നൂർ കൈലാഷ് വിസിറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ് ആണ്. അത് അവിടെയുള്ള ഗൈഡ് തന്നെ നമ്മളോട് പറഞ്ഞു. നമ്മളിപ്പോൾ ഡിസംബറിലാണ് പോയത്. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇതിലൊന്നും ഞാൻ നിൽക്കാൻ പോകുന്നില്ല.